നട്ട്സും ഡേറ്റ്സും കൂടെ ചേർത്തിട്ട് ഒരു ഹെൽത്തി ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സുള്ള വെച്ചാൽ അതൊക്കെ ചേർക്കാട്ടെ. അപ്പോൾ വാൾനട്ട് കുറച്ച് എടുത്തിട്ടുണ്ട്, അത് അളവിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ സൺഫ്ലവർ സീഡ് എടുത്തിട്ടുണ്ട്, പംകിൻ സീഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതെടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്യാണ് എടുക്കുന്നത്, പൊടിക്കല്ല കേട്ടോ. അതിന് മുമ്പ് ഞാൻ പൊടിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതതുപോലെയല്ല, ഒക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യണത്. മൊത്തത്തിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് എല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയാൽ ഇതിലേക്ക് പിന്നെ വെള്ള എള്ളും കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു പിന്നെ 1/4 കപ്പ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ തരിതരിപ്പായിട്ടുണ്ട്. ഇനി അതിലേക്ക് എള്ള് ഇട്ട് കൊടുക്കുക. അത് എള്ള് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ രീതിയിലേക്ക് ഡേറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ്സ് ഇടേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ പൊടിച്ച് വെച്ചത് 2 ബാച്ചാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് ഓരോന്നും നമുക്ക് എത്രയാണ് ഉരുട്ടിയെടുക്കാൻ ഡേറ്റ്സ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമ്മളിപ്പോൾ ഇതിൽ ഒരു അത്യാവശ്യം ഒരു 10-15 ഡേറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇറക്കിയെടുത്താൽ നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നനവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. നമ്മളിപ്പോൾ എല്ലാതും ഓരോ കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 250 ml കപ്പിൽ ഓരോ കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നട്ട്സൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് ഇതിലേക്ക് ഇപ്പോൾ ഒരു 15 ഇത് വേണ്ടുവന്ന് ഡേറ്റ്സ് വേണ്ടുവന്ന്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു പാകത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ബാക്കിയുള്ള നട്ട്സ് പൊടിച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് അതിലേക്കും നമ്മൾ ആ ഒരു അളവിൽ തന്നെ നമ്മൾ ഡേറ്റ്സ് ഇട്ടിട്ട് ഒന്ന് കറക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ബാച്ചിലേക്ക് ഒരു 20 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു നനവിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്നും കൂടി ക്രഷ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഇതേപോലെ മിക്സ് ചെയ്തിട്ട് ഇതെല്ലാം ചേർത്തിട്ട് നമുക്കിങ്ങനെ ഉരുളാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് അതിലേക്ക് വീണ്ടും നമുക്ക് ഡേറ്റ്സ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നനവൊന്നും ഇല്ലാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതിൽ നിന്ന് ഓരോ ദിവസം ഓരോ ബോൾസ് എടുത്ത് കഴിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള നട്ട്സും ഡേറ്റും ചേർന്നിട്ടുള്ള ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ ഒരു ക്രഷ് ചെയ്തിട്ടുള്ളതാകുമ്പോൾ കഴിക്കാനും വളരെ ടേസ്റ്റാണ്.